Good evening, sir. Good evening, good evening. So, prelims ഒരു humongous task ആണ് എല്ലാ Yes. ആസ്പിറൻസിനും. Okay. ഒരുപാട് റിപ്പീറ്റേഷൻ, ഒരുപാട് കൺസെപ്റ്റ് PYQലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്നും അറിയാതെ പോകുന്ന മിക്ക ആസ്പിറൻസ്. So, why does UPSC repeat the same concept every year and how? Yes. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഒരുപാട് UPSC ആസ്പിറൻസിന് അറിയാൻ മേലാത്തതും എന്നാൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു സംഭവമാണ്. UPSC is actually not repeating the same questions, but they are repeating the same ideas or the same areas. For example, coming to economy, there is a fiscal deficit, primary deficit, revenue deficit, or FRBM initiatives. They ask questions repeatedly. So there, the government finances or the policy implementation, that idea is repeated. When the questions are not the same, idea is repeated. Similar way, coming to this atmospheric circulation, Indian monsoon mechanism, El Nino, La Nina, there are lots of questions from the same idea repeated. Similar way, history, Kit India, NCM, CDM, or this what is called revolutionary activities. There is struggles, escalation, mass mobilization. The same idea is repeated. Similar way, coming to this environment also, biodiversity rules and these protected areas repeated. Ramsar sites, tiger reserves, So what I am saying is that ഇവിടെ ഫോക്കസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ UPSCന്റെ കുറെ കോർ ഏരിയാസ് ഉണ്ട് അല്ലെങ്കിൽ കോർ ഐഡിയാസ് ഉണ്ട്. അത് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷെ മെജോറിറ്റി ആസ്പിറൻസിന്റെയും പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഒരുപാട് PDFs പിന്നാലെ പോകുന്നു. ഈ ഓരോ സബ്ജക്റ്റിലും ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പോളിറ്റി, എൻവയോൺമെന്റൽ സയൻസ്, ജനറൽ സയൻസിൽ റിപ്പീറ്റഡ് ആവുന്ന ഐഡിയാസ് ഏതാണ്, ഏരിയാസ് ഏതാണ്, കോൺസെപ്റ്റ്സ് ഏതാണ്, തീംസ് ഏതാണ്, അത് അവർ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. So, NCERT ഒരു ടാസ്ക് ആണ് കുട്ടികൾക്ക്. Yes. So, why does a good number of questions are repeated from NCERT even in advanced topics? Yes. Advanced topics അടക്കം NCERT, കാരണം അവിടെ സിമ്പിൾ ആണ്. കാരണം ഇവിടെ UPSCക്ക് വേണ്ടത് കോൺസെപ്റ്റൽ പ്യൂരിറ്റി ആൻഡ് ക്ലാരിറ്റി ആണ്. So they shoot the questions from the roots. അവർക്ക് ഒരു PhD ലെവൽ നോളജിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ PhD ലെവൽ കമ്പൈലേഷൻസ് റിവിഷൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഇല്ല. ഈവൻ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസിൽ അടക്കം ഈ പറയുന്ന സോക്കോൾഡ് ഒരു NCERT ബേസിക് ക്ലാരിറ്റി ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഫെഡറലിസം, പ്രസിഡന്റ് വേഴ്സസ് ഗവർണർ, അല്ലെങ്കിൽ വാട്ട് ഈസ് കോൾഡ് ദിസ് ബാങ്കിങ് സിസ്റ്റം, റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ, അല്ലെങ്കിൽ കമ്മിങ് ടു ഫോട്ടോസിന്തസിസ്, അല്ലെങ്കിൽ കമ്മിങ് ടു ദിസ് വാട്ട് ഈസ് കോൾഡ് പാർലമെന്ററി പ്രിവിലേജസ്, ഡിലിമിറ്റേഷൻ, എന്തൊക്കെയാണോ NCERT നമ്മൾ പഠിച്ചു വരുന്നത്. കമ്മിങ് ടു ഹിസ്റ്ററി, ബുദ്ധ, ജൈനിസം, ഡിഫറൻസസ്, അല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചർ, ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ കമ്മിങ് ടു ദീസ് മോഡറേറ്റ്, എക്സ്ട്രീമിസ്റ്റ്, ഗാന്ധിയൻ ഫേസസ്, ഡിസിമിലാരിറ്റീസ്, സിമിലാരിറ്റീസ്. അപ്പോൾ ഫണ്ടമെന്റലി എന്താണോ അറിഞ്ഞിരിക്കേണ്ടത് അതിൽ നിന്നാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ, ദേ ഷൂട്ട് ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ റൂട്ട്സ് എന്നൊരു മൈൻഡിൽ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ, ഐ തിങ്ക് ദാറ്റ് NCERT നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ ദ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ സോൾവബിൾ. So thank you. Okay. So next, ഈ ക്വസ്റ്റ്യന്റെ പാറ്റേൺ കുറച്ച് കൺഫ്യൂസിംഗ് ആണ് പിള്ളേർക്ക്. Yes. So why does easy question statement are mixed with trap question statement? Trap statement. അവിടെ കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. കാരണം UPSC ഡിമാൻഡ് ചെയ്യുന്നത് you must have that capability of logical thinking, logical reasoning, your elimination skills and your capability of answering questions under pressure. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് UPSCന്റെ പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് UPSCന്റെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് സിങ്ക്രണൈസ്ഡ് ആവാൻ പറ്റുന്നുണ്ടോ, ലോജിക്കലി ഡിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അല്ലെങ്കിൽ ഷോർട്ട് സെക്കൻഡ്സ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രഷർ അറ്റ്മോസ്ഫിയർ അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റത്തിൽ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം കൂടിയാണ് ഈ പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് UPSC ക്വസ്റ്റ്യൻസ് ഇടുന്നതും. അതിൽ ഈസി ക്വസ്റ്റ്യൻസ് കാണാം, ഈ പറഞ്ഞതുപോലെ ട്രാപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ ചില കീവേഡ്സ് ആയിരിക്കാം, ഓൺലി, കംപ്ലീറ്റ്ലി, ഡ്രാസ്റ്റിക്കലി, ഇങ്ങനെ ചില സോക്കോൾഡ് കീവേഡ്സ് വെച്ചിട്ടായിരിക്കാം നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ആംബിയൻസിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക ഒരു 60 സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ലോജിക്കലി UPSCന്റെ ഒരു ചിന്ത രീതിയുമായിട്ട് കണക്ട് ആവുന്നുണ്ടോ, ഇതൊക്കെ കൂടിയാണ് ടെസ്റ്റ് പ്രിലിംസിന്റെ പേപ്പറിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിനും കൂടി നമ്മൾ
പ്രാപ്തരാക്കുന്ന ഒരു എക്സാമാണ് UPSC എക്സാം എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സ് ഒരു ആ ഡിഫിക്കൽട്ട് പോർഷൻ ആണ്. Yes, എത്ര yes. ഡ്യൂറേഷന്റെ കറണ്ട് അഫയേഴ്സ് വേണം എന്നുള്ളൊരു കൺഫ്യൂസിംഗ് yes ആസ്പെക്ട് ആണ്. yes 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 So why does UPSC lift questions from 2 to 3 years instead of 1 year? യെസ്, കാരണം എന്താ വെച്ചാൽ UPSC ചിന്തിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പോളിസി ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ ഇമ്പാക്ട് കൊണ്ടുവരുന്നത് ഇറ്റ് മേ ടേക്ക് 2 to 3 years. I mean, a policy just initiated and implemented doesn't mean that it's impacted a whole community, whole population in a day or two. It may take 1 or 2. I mean, a policy actually അതിന്റെ ഇമ്പാക്ട് എന്താണ്, അല്ലെങ്കിൽ അത് ശരിക്കും എങ്ങനെ അതിന്റെ എഫക്ട് എന്താണ് എന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് വി നീഡ് ടൈം 2 to 3 years. അപ്പോൾ ആക്ച്വലി അവിടെ ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ ദർ ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ ഡാറ്റ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ വെറ്റ്ലാൻഡ് റൂൾസ്, അല്ലെങ്കിൽ ദർ ആർ ലോട്ട്സ് ഓഫ് ബ്ലൂ എക്കണോമി, ദർ ആർ ലോട്ട്സ് ഓഫ് ടോപ്പിക്സ് യു ക്യാൻ സീ ദാറ്റ്. അതൊരു പക്ഷേ ഓൾ ഓഫ് എ സഡൻ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സംഭവമല്ല. അതിന്റെ ഇമ്പാക്ട് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ചിലപ്പോൾ 1-2 വർഷം എടുക്കുന്നു. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ്ലി ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആയിരിക്കും ചിലപ്പോൾ കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. നേരെ മറിച്ച് മറ്റൊരു കുട്ടി ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു സാധാരണ ആസ്പിരന്റ് ചെയ്യുന്നത് 1 വർഷത്തെ കറണ്ട് അഫയേഴ്സ് കുത്തിയിരുന്ന് കാണാപ്പാടം പഠിക്കും, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസും വരത്തില്ല. നേരെ മറിച്ച് 2-3 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫയറിന്റെ ക്വസ്റ്റ്യൻസ് ആൻസറബിൾ ആണ്. So why does UPSC ask 12 to 15 questions from ignored areas? അത് ആക്ച്വലി ഒരു കട്ട് ഓഫ് കില്ലർ ഏരിയ ആണ് ഈ പറയുന്ന ഇഗ്നോർഡ് ഏരിയാസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് പേര് ഫോക്കസ് ചെയ്യുന്നത് കോർ ഏരിയാസിൽ ഫോക്കസ്ഡ് ആണ്, കോർ ഏരിയാസ് മാത്രം കവർ ചെയ്ത് പോകുന്നു. അങ്ങനെയുള്ളവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡസ്റ്റ്ബിൻ ഏരിയാസിൽ ഫോക്കസ്ഡ് അല്ല, അല്ലെങ്കിൽ ചില പെരിഫറൽ ഏരിയാസ് ഉണ്ട്, അതെപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അത് പഠിക്കേണ്ട, അത് മോസ്റ്റ്ലി ഇഗ്നോർ ചെയ്യുന്നു. മെജോറിറ്റി സ്റ്റുഡൻസും അത് ഇഗ്നോർ ചെയ്യുന്നു, ചിലപ്പം അതിന് കാര്യമായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ അതാണ് ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഒരു സീരിയസ് ആസ്പിരന്റിനെയും ഒരു സാധാ ആസ്പിരന്റിനെയും വേർതിരിക്കുന്ന ഒരു ഘടകം ഈ പറയുന്ന ദ സോ കോൾഡ് കട്ട് ഓഫ് കില്ലർ ഏരിയാസ്, അല്ലെങ്കിൽ ഈ ഇഗ്നോർഡ് ഏരിയാസ് ആണ്. സംഭവം സിമ്പിൾ ആണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സീരിയസ് ആസ്പിരൻസ് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ഡസ്റ്റ്ബിൻ ഏരിയാസ് അവരൊരിക്കലും, അല്ലെങ്കിൽ നെവർ ടേക്കൺ എനിത്തിങ് ഫോർ ഗ്രാൻഡഡ്. സീരിയസ് ആസ്പിരന്റ് അയാൾ ഒരിക്കലും ഇതൊന്നും വിട്ടുകളയുന്നില്ല. മറ്റൊരു ആസ്പിരന്റ് ഇതൊക്കെ എനിക്കറിയാവോ, ഇതെല്ലാം ലെസ് ഇമ്പോർട്ടന്റ് ഏരിയാസ്, അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന മൈൻഡിൽ അയാൾ പോകുന്നു. നൗ ദ ഡിഫറൻസ് ഈസ്, ഇവൻ ഞാൻ പറഞ്ഞില്ല, ഒരു ട്രൈബൽ സ്കീംസ് ആവാം, മാപ്പിംഗ് ഏരിയാസ് ആവാം, അല്ലെങ്കിൽ സർട്ടൻ സോഷ്യൽ ജസ്റ്റിസ് വെൽഫെയർ സ്കീംസ് ആവാം, സംതിങ് ലൈക്ക് ദാറ്റ്, അഗ്രികൾച്ചർ ആവാം. അപ്പൊ അങ്ങനെയുള്ള ചില ഏരിയാസ്, അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആവാം. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് സാധാരണ ഒരു ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിന്തിക്കുന്നത് ഇതിന്റെ ആവശ്യമില്ല, ഇതൊക്കെ ലെസർ ഇമ്പോർട്ടന്റ് ഏരിയ എന്നുള്ളൊരു മൈൻഡിൽ പോകുമ്പോൾ ഈ സീരിയസ് ആസ്പിരന്റ് ഇതെല്ലാം കവർ ചെയ്യുന്നു. ഇനി ഈ പറഞ്ഞ ഏരിയാസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ യു ഗെറ്റ് 2 മാർക്സ്. ചിലപ്പോൾ ആ 2 മാർക്സ് ആയിരിക്കും നിങ്ങളുടെ ഗെയിം ചേഞ്ചർ ആയിട്ട് മാറുന്നത്. ശരിയല്ലേ? ആ 2 മാർക്സ് ആയിരിക്കും നിങ്ങളുടെ ഗെയിം ചേഞ്ചർ ആയിട്ട് മാറുന്നത്. മേ ബി ആ ഒരൊറ്റ റീസൺ കൊണ്ടായിരിക്കാം മറ്റൊരാൾ ഇതിൽ ഫെയിൽ ആവുന്നത്. അപ്പോൾ ഇഗ്നോർഡ് ഏരിയാസ് അത് മാപ്പിംഗ് ഏരിയാസ് ആവാം, അല്ലെങ്കിൽ ട്രൈബ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആവാം, അല്ലെങ്കിൽ വെൽഫെയർ സ്കീംസ് ആവാം, ഗവൺമെന്റ് പോളിസീസ് ആവാം, അങ്ങനെയുള്ള ചില ഏരിയാസ് ഉണ്ട്. അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ആവാം, സംതിങ് റിലേറ്റഡ് ടു ഇന്റർനാഷണൽ റിലേഷൻസ് ആവാം. അപ്പോൾ അതൊരിക്കലും കോംപ്രമൈസ്ഡ് ആവരുത്. ഇൻഫാക്ട് യു മസ്റ്റ് ഹാവ് സെപ്പറേറ്റ് ടെംപ്ലേറ്റ്സ് ഫോർ ദം. റംസർ സൈറ്റ്സ് ആയിക്കോട്ടെ, ടൈഗർ റിസർവ്സ് ആയിക്കോട്ടെ, make sure that you must have separate templates for them, and you nicely, decently covered and revised them, so that ഈ പറഞ്ഞ ഇഗ്നോർഡ് ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പതറി പോകത്തില്ല. മേ ബി ദാറ്റ് ഈസ് ദ സിംഗിൾ മോസ്റ്റ് റീസൺ, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് വിച്ച് യു ക്ലിയർ ദീസ് പ്രിലിംസ് എക്സാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആസ്പിരൻസ് ഒന്ന് ഫോക്കസ്ഡ് ആണെങ്കിൽ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഐ വുഡ് സേ ദാറ്റ് ദ ചാൻസസ് ഓഫ് ക്രാക്കിംഗ് ദിസ് എക്സാം ഈസ് ഹയർ. So thank you, sir, for answering the questions that are revolving in the minds of every aspirant. Thank you so much. Thank you so much for the wonderful questions. Gallant IAS, chasing your passion to ace.